ഓം ശ്രീരാമചന്ദ്രായ നമ. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ശ്രീ വാൽമീകി രാമായണം അയോധ്യാകാന്ഡം 111 സർഗമാണ് വ്യാഖ്യാനിക്കുന്നത്. വസിഷ്ഠൻ പറയുന്ന വാക്യങ്ങളെയൊക്കെ ശ്രീരാമ സ്വാമി ഖണ്ഡിക്കുന്നതാണ് ഇതിൻ്റെ പ്രതിപാദ്യ വിഷയം. രാജപുരോഹിതനായിരിക്കുന്ന വസിഷ്ഠൻ കഴിഞ്ഞ സർഗത്തിൽ പറയുന്നത് നമ്മൾ കേട്ടു. അങ്ങ് രാഘവന്മാരുടെ അനശ്വരമായിരിക്കുന്ന വംശധർമ്മത്തെ നശിപ്പിക്കരുത്, ഈ ഭൂമിയെ അയോധ്യാപുരിയെ ഭരിക്കണമെന്നൊക്കെ പറയുന്നതായിട്ട് ഈ സർഗത്തിൽ പറയുന്നു. വസിഷ്ഠസ്തുതാരാമുക്വാരാജപുരോഹിത അബ്രവീ ധർമ്മ സംയുക്തം പുനരേവാപരം വച. രാജപുരോഹിതനായിരിക്കുന്ന വസിഷ്ഠൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ധർമ്മയുക്തമായിരിക്കുന്ന മറ്റൊരു കാര്യത്തെ കൂടി പറയുകയാണ്. വൃഷസ്യ ഹി ജാതസ്യ ഭവന്തി ഗുരവസ്ത്രയ ആചാര്യശ്ചൈവ കാകുൽസ്ഥപിതാ മാതാ ച രാഘവ. അല്ലയോ രാഘവ, ഒരു മനുഷ്യന് 3 ഗുരുക്കന്മാരുണ്ട് എന്നാണ്. ആചാര്യൻ, അച്ഛൻ, അമ്മ. മാതാ, പിതാ, ഗുരു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ 3 ഗുരുക്കന്മാരുണ്ട് ഒരു മനുഷ്യൻ. പിതാവ് മനുഷ്യൻ്റെ ജനയിതാവാണ്, പ്രജ്ഞ നൽകുന്നത് ആചാര്യനാണ്. അതുകൊണ്ട് ഗുരുവെന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് ദേഹത്തെ. അപ്പം നിന്റെ അച്ഛനും നിനക്കും ഞാൻ തന്നെയാണ് ആചാര്യൻ. വസിഷ്ഠൻ പറയുകയാണ്, സദേഹം പിതരാചാര്യസ്തവ ചൈവ പരം തപ. അതുകൊണ്ട് നിനക്കും അച്ഛനും ആചാര്യൻ ഞാൻ തന്നെ ആയിരിക്കുന്നത് കൊണ്ട് എൻ്റെ നിർദ്ദേശം അനുസരിച്ചു കഴിഞ്ഞാൽ മമത്വം വചനം കുർവന്നാതിവർത്തേ സദാംഗതി, നിനക്ക് സന്മാർഗലംഘനം ഉണ്ടാവുകയില്ല എൻ്റെ വാക്കിനെ അനുസരിച്ചു കഴിഞ്ഞാൽ. ഇതാ നിന്റെ സദസ്യന്മാർ, പൗരന്മാർ, ദ്വിജന്മാർ, അവരോടൊക്കെ നീ ധർമ്മം ചെയ്യുക, അത് സന്മാർഗലംഘനം ആവുകയില്ല. വൃദ്ധായ ധർമ്മശീലായ മാതുരൻ അർഹസ്യ വർത്തിതും. ധർമ്മശീലയും വൃദ്ധയുമൊക്കെ ആയിരിക്കുന്ന അമ്മയെ അനുസരിക്കാതെ ഇരിക്കരുത്. അസ്യാഹി വചനം കുർബാനാതിവർത്തേ സദാം ഗതിം. അവൾ പറയുന്നത് ചെയ്തു കഴിഞ്ഞാൽ അത് സന്മാർഗലംഘനം ആവുകയില്ല. ഭരതസ്യ വച കുർവൻ യാജമാനസ്യ രാഘവ ആത്മാനം നാതിവർത്യസ്ത്വം സത്യധർമ്മ പരാക്രമ. അല്ലയോ രാമ, സത്യധർമ്മത്തിൻ്റെ പരാക്രമനായിരിക്കുന്നവനെ യാചിക്കുന്ന ഭരതന്റെ വാക്കനുസരിച്ച് കഴിഞ്ഞാൽ അതും ആത്മലംഘൻ ആവുകയില്ല. അപ്പോൾ ഇങ്ങനെ അരികിലിരുന്നു കൊണ്ട് വസിഷ്ഠ മഹർഷി മധുരമായിട്ടൊക്കെ പറഞ്ഞതിന് പ്രത്യുവാച സമാസേനം മറുപടിയായിക്കൊണ്ട് രാഘവ സ്വയം പറയാനായിട്ട് തുടങ്ങി. രാഘവൻ ശ്രീരാമചന്ദ്രൻ, എൻ മാതാപിതരോ വൃത്തം തനയേ കുരുത സദാ ന സുപ്രതികരം തത്വമാത്രാ പിത്രാചയൽ കൃതം. മാതാപിതാക്കൾക്ക് എന്തെങ്കിലും ഒരു പ്രതിവിധി ചെയ്യുവാനായിട്ട്, അല്ലെങ്കിൽ ആറ്റുനോറ്റ് മകനു വേണ്ടി ചെയ്തതിനൊന്നും പകരം ചെയ്യുവാനായിട്ട് സാധ്യമല്ല. ശങ്കരാചാര്യരുടെ പഞ്ചകത്തിൽ തന്നെ പറയുന്നു, അസ്താന്താപതീയം പ്രസൂതി സമയേ ദുർവാരശൂല വ്യതാനൈരിച്ചന്തൻ ശോഷണം മലമയീ ശയ്യാജ സാമ്പൽശ്രീ ഏകസ്യാപഗർഭഭാര ഭരണക്ലേശസ്യമോദാതും നിഷ്കൃതിം ഉന്നതോപിതനയാ തസ്യൈ ജനന്യൈ നമ. എത്ര ഉന്നതനായിരിക്കുന്ന മകനാണ് എങ്കിലും മാതാവ് അനുഭവിച്ച ആ 10 മാസക്കാലത്തെ ക്ലേശത്തിന് പകരം ചെയ്യുവാനായിട്ട് സാധ്യമല്ല. അപ്പോൾ ഇവിടെ ശ്രീരാമചന്ദ്രനും പറയുന്നത് തന്നെയാണ്, മാതാപിതാക്കളും മകന് വേണ്ടി ചെയ്യുന്നതിനൊക്കെ പകരം ചെയ്യാനായിട്ട് ആരാലും സാധ്യമല്ല. ചിലപ്പോൾ യഥാശക്തി പ്രദാനേന സോപനോച്ഛാദനേന ച നിത്യം ച പ്രിയവാദനേ തഥാ സമ്മർദ്ദനേന ച. തലോടും ഉറക്കും, കഴിവുള്ളതൊക്കെ കൊടുക്കും, എപ്പോഴും മധുരമായിരിക്കുന്ന ഓമന വാക്കുകളൊക്കെ പറയും, പോറ്റിയൊക്കെ വളർത്തും. സഹി രാജാ ജനയിതാ പിതാ ദശരഥോ മമ. അങ്ങനെയുള്ള ദശരഥൻ എൻ്റെ ജനയിതാവ് രക്ഷിതാവൊക്കെയാണ്. ആ ദശരഥനോട് ഞാൻ ചെയ്ത ശപഥം മിഥ്യാവുകയില്ല. അപ്പോൾ തൻ്റെ വാക്കിൽ നിന്ന് വ്യതിചലിക്കാൻ തയ്യാറല്ല എന്ന് രാമൻ സമർത്ഥിക്കുകയാണ്, പറയുകയാണ്. ഏവമുക്തേന രാമേണ ഭരത
പ്രത്യനന്തരം ഉവാച പരമോദാരസൂതം പരമദുർമനാഹ. ശ്രീരാമചന്ദ്രൻ്റെ ഈ വാക്കുകൾ കേട്ടുകഴിഞ്ഞപ്പോൾ ഭരതൻ ദുഃഖത്തോടു കൂടിയിട്ട് അരികിൽ നിൽക്കുന്ന തൻ്റെ സാരഥിയോട് പറയുകയുണ്ടായി, ഇഹമേ സ്തണ്ടിലേ ശീഘ്രം കുശാനസ്തരസാരഥേ ആര്യം പ്രത്യുപവേക്ഷ്യാമി യാവന്മേ സംപ്രസീദതി. അല്ലേ സാരഥേ, എനിക്ക് വേണ്ടിയിട്ട് ഈ നിലത്ത് അങ്ങ് ദർഭ വിരിക്കൂ. ഈ ശ്രീരാമൻ ആര്യ എന്തില് കനിയുന്നത് വരെ ഞാൻ ഉപവസിക്കാനായിട്ട് ഇതാ തീരുമാനിക്കുന്നു. നിരാഹാരോ നിരാലോകോ കനഹീനോ യഥാദ്വിജ. കടം കൊടുത്ത മുതലിന് വേണ്ടിയിട്ട് വിപ്രൻ എന്നതുപോലെ കണ്ണടച്ചുകൊണ്ട് ഊണൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ ശാലയുടെ മുമ്പിൽ കിടക്കാനായിട്ട് പോവുകയാണ്. സുമന്ത്രൻ രാമനെ നോക്കുന്നതായിട്ട് കണ്ട ഭരതൻ തനിയെ തന്നെ പോയി ദർഭയൊക്കെ എടുത്തുകൊണ്ടുവന്ന് നിലത്ത് വിരിച്ച് അവിടെ ഇരുന്നു. തമുവാച മഹാതേജ രാമോ രാജർഷി സത്തമാ. തേജസ്വിയും രാജർഷിയും ഒക്കെ ആയിരിക്കുന്ന രാമൻ ആ ഭരതനോട് പറയുകയാണ്, കിം മാം ഭരത കുർവാണം താത പ്രത്യുപവേക്ഷ്യസി. അല്ലേ ഉണ്ണി ഭരത, എന്താണ് നീ എൻ്റെ മുമ്പിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ബ്രാഹ്മണന് ഏകപക്ഷീയമായിട്ട് നരന്മാരെയൊക്കെ തടുക്കാം, എന്നാൽ മൂർധാവിൽ അഭിഷേകം ചെയ്യപ്പെട്ടവർക്ക് ഇങ്ങനെ പാടുകിടക്കാനായിട്ട് വിധിയില്ല. ദാരുണമായിരിക്കുന്ന വ്രതം വെടിഞ്ഞ് നീ എഴുന്നേൽക്കണം. ഇവിടെ നിന്ന് ഉടനെ തന്നെ ക്ഷിപ്രാം അയോധ്യാം യാഗി രാഘവ. അയോധ്യാപുരിയിലേക്ക് നീ വളരെ പെട്ടെന്ന് തന്നെ പോകണം. ഭരതൻ ഇരുന്നു കൊണ്ട് തന്നെ പൗരന്മാരെയും നാട്ടുകാരെയൊക്കെ നോക്കിക്കൊണ്ട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ആര്യനെ ശ്രീരാമനെ നിർബന്ധിക്കാത്തത്? ആ മഹാത്മാവിനോട് എല്ലാവരും കൂടി ജനങ്ങളെല്ലാവരും കൂടി പറഞ്ഞു, ഞങ്ങൾക്ക് രാമനെ നന്നായിട്ട് അറിയാം. കാകുൽസ്ഥം അഭിജാനീമ സമ്യക വതി രാഘവ. രാമൻ പറയുന്നതൊക്കെ സത്യമാണ് എന്ന് ഞങ്ങൾക്കറിയാം. ഈ മഹാഭാഗൻ അച്ഛൻ്റെ ആജ്ഞയിൽ അടിയുറച്ച് നിൽക്കുകയാണ്. അതിനെ തിരികെ കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധ്യമല്ല ശ്രീരാമനെ. അവരുടെ വാക്കുകൾ കേട്ടുകൊണ്ട് രാമൻ പറയുകയാണ്, ഏവം നിബോധവചനം സുഹൃതാം ധർമ്മചക്ഷുഷാം. ധർമ്മദൃഷ്ടികളായിരിക്കുന്ന സുഹൃത്തുക്കൾ ഇങ്ങനെയാണ് പറയുക എന്ന് നീ മനസ്സിലാക്കുക. അതുകൊണ്ട് നീ നന്നായിട്ട് ചിന്തിക്കുക, എഴുന്നേൽക്കുക, എന്നെയും ജലത്തെയും സ്പർശിക്കുക എന്ന് രാമൻ ഭരതനോട് പറഞ്ഞു. വേഗം തന്നെ ഭരതൻ എഴുന്നേറ്റു, ജലസ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ സദസ്യരും ശൃണ്ണന്തുമേ പരിഷദോ മന്ത്രയ ശ്രേണയസ്തഥ. എൻ്റെ സദസ്യരും മന്ത്രിമാരും ജനങ്ങളും ഒക്കെ കേൾക്കുക. ഞാൻ പിതാവിനോട് രാജ്യത്തെ യാചിച്ചിട്ടില്ല, അമ്മയെ അതിനെ ഏൽപ്പിച്ചിട്ടുമില്ല. ആര്യനായിരിക്കുന്ന ഈ രാഘവൻ പരമധർമ്മജ്ഞനാണെന്ന് ഞാൻ അറിയുന്നു. വനത്തിൽ വാഴുകയും അച്ഛൻ്റെ വാക്കനുസരിക്കുകയും നിശ്ചയമായിട്ടും വേണ്ടതാണ് എങ്കിൽ ഞാൻ തന്നെ 14 കൊല്ലം കാട്ടിൽ വാഴണം. ഭരതൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ധർമാത്മാ തസ്യതർത്ഥേന പ്രാതുർവാക്യേന വിസ്മിത. ആ സഹോദരൻ്റെ സത്യവാക്കിൽ വിസ്മിതനായിട്ട് മാറിയ രാമൻ സംപ്രേക്ഷ്യ പൗരജാനപദം ജനം. ആ ജനങ്ങളെയൊക്കെ തൻ്റെ തൃക്കൺ കൊണ്ട് നോക്കിക്കൊണ്ട് പറയുകയുണ്ടായി, വിക്രീതമാഹിതം ക്രീതം നെൽപ്പിത്രാ ജീവതാ മമ. അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ വാങ്ങിയതോ വിറ്റതോ വെച്ചതോ ആയി അതൊന്നും എനിക്കോ ഭരതനോ മാറ്റിമറിക്കാനായിട്ട് അധികാരമൊന്നുമില്ല. ഞാൻ കാട്ടിലെ പാർപ്പിനായിട്ട് ഉപാധിയൊന്നും വെച്ചുകൂടാ, അത് നിന്ദ്യമാണ്. കൈകേയി പറഞ്ഞത് യുക്തമാണ്, അച്ഛൻ ചെയ്തതും ഉത്തമമാണ്. ഭരതൻ ശാന്തനാണ്, ഗുരുശുശ്രൂഷ ചെയ്യുന്നവനാണ്, ഇതൊക്കെ എനിക്ക് അറിയാം. സത്യസന്ധനായിരിക്കുന്ന ഈ മഹാത്മാവിന് സർവമേവാത്ര കല്യാണം, എല്ലാ തരത്തിലുള്ള മംഗളങ്ങളും ഉണ്ടാകും. ഞാൻ കാട്ടിൽ നിന്ന് തിരിച്ചു വന്ന് ഈ ധർമ്മശീലനായിരിക്കുന്ന സഹോദരനോട് ഒന്നിച്ചുകൊണ്ട് പൃഥിവ്യാ പതിരുത്തമ, പൃഥ്വിയുടെ പതിയായിക്കൊണ്ട് വാണുകൊള്ളാം. കൈകേയി നൃപരോട് വരം ചോദിച്ചു, ഞാൻ പിതൃവാക്യം അനുഷ്ഠിച്ചു, അതുകൊണ്ട് നീ മഹീപതിയായിരിക്കുന്ന പിതാവിനെ അസത്യത്തിൽ നിന്ന് വേർപെടുത്തുക. അപ്പോൾ ഇങ്ങനെ വസിഷ്ഠൻ പറഞ്ഞ വാക്കുകളെയും ഭരതനെ തിരികെ അയോധ്യയിലേക്ക് പോകാനായിട്ട് രാമൻ നിർബന്ധിക്കുന്നതുമൊക്കെ ആയിരിക്കുന്ന കാര്യങ്ങളാണ് ഈ സർഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ശ്രീരാമചന്ദ്രൻ്റെ ആ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീരാമ പാദാരവിന്ദാർപ്പണമസ്തു.